പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 11 28 വാക്യം. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, adore you, worship you, Jesus Christ. Hallelujah, hallelujah. ഇന്നെന്തോ വളരെ അഗാധമായി എന്നെ സ്പർശിച്ച ഒരു പുരോഹിതനെ കുറിച്ചുള്ള ചിന്തകളാണ്. അതായത് ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ അങ്ങേയറ്റം പ്രയത്നിക്കുകയും അനുസരണയോടെ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോയ, ഈ ലോകം പുച്ഛിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ലോകം അവഗണിച്ച അതുപോലെ ദ്രോഹിച്ച ഒരു പുരോഹിതൻ. ഇന്നാണ് അച്ഛൻ്റെ ശവസംസ്കാര ശുശ്രൂഷ. ഫാദർ ജോർജ് നെല്ലിശ്ശേരി. എനിക്ക് പുള്ളിയായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞങ്ങളുടെ പള്ളിയിൽ ഇടവക വികാരിയായിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വചനമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ താലന്തുകളുടെ ഉപമ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ കുറ്റബോധം തോന്നി. അതായത് ദൈവം നമ്മെ എല്ലാവരെയും പല വിധത്തിലുള്ള കഴിവുകൾ ഏൽപ്പിച്ചിരിക്കുന്നു. അത് നമ്മൾ എപ്രകാരം യൂട്ടിലൈസ് ചെയ്യുന്നു, അതോ അത് പൊതിഞ്ഞ് എവിടെ ഭദ്രമായി വെച്ചിരിക്കുകയാണോ, അതോ പൈസ തരുന്നിടത്ത് കിട്ടുന്നിടത്ത് മാത്രമേ അത് പ്രയോഗിക്കുകയുള്ളൂ എന്ന ചിന്തകൾ എന്നെ ഇങ്ങനെ മഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ വചനം വായിക്കുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുക കൂടി വേണം എന്ന ഒരു ചിന്തയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നെല്ലിശ്ശേരി എനിക്ക് ആദ്യം തോന്നി കാറ്റീസം പഠിപ്പിക്കണമെന്ന് തോന്നി കുട്ടികളോട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പള്ളി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വിശുദ്ധന്മാരൊക്കെ എന്നെ പുച്ഛിച്ച് തള്ളി. നിങ്ങളാണോ ഇതൊക്കെ പഠിപ്പിക്കാൻ വരുന്നത് എന്ന ഒരു ചിന്ത. അപ്പോൾ അത് രക്ഷയില്ല. അപ്പം ഞാനങ്ങനെ നെല്ലിശ്ശേരി അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊക്കെയാണ്, ഞാനൊരു 30,000 പേരെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്, ഇന്നതൊക്കെയാണ് എനിക്ക് ഒരു ജനറൽ പബ്ലിക്കിനോട് സംസാരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ഒരു യങ്സ്റ്റേഴ്സിന് ഒരു ക്ലാസ് എടുക്കാൻ ഒരു അവസരം തന്നാൽ നന്നായിരിക്കും. അച്ഛന് പെട്ടെന്ന് കാര്യം ഇഷ്ടപ്പെട്ടു. അച്ഛൻ അതിനു വേണ്ട അവസരങ്ങൾ എനിക്ക് സൃഷ്ടിച്ച് തന്നു. ഒരു 2 ബാച്ച് നമ്മൾ ട്രെയിനിങ് കണ്ടക്ട് ചെയ്തു. അത് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അച്ഛന് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായി. കാരണം ഹിംസെൽഫ് വാസ് എ സ്കോളർ. കാര്യങ്ങളെക്കുറിച്ച് നല്ല അവബോധമുള്ള അച്ഛൻ. അന്ന് ഈ നമ്മുടെ പള്ളിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, കുർബാന തർക്കമില്ല. അത് കഴിഞ്ഞ് അച്ഛൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളാണ് അച്ഛൻ ഫോളോ ചെയ്തത്. അച്ഛനൊരു നിലപാടുണ്ടായിരുന്നു.
ആരൊക്കെ എന്നെ എതിർത്താലും കർത്താവിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുകയില്ല എന്ന ഒരു നിലപാട് അച്ഛനുണ്ടായിരുന്നു. അച്ഛന് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാവും, പക്ഷെ ആ നിലപാട് അച്ഛൻ കാത്ത് സൂക്ഷിച്ചു. ഇത് വളരെയധികം ബഹുമാനം തോന്നുന്ന ഒരു അച്ഛൻ. അപ്പം ഇന്ന് അച്ഛൻ്റെ ശവസംസ്കാര ശുശ്രൂഷകളൊക്കെയാണ്. വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മുടെ ഈ ലോകത്തിൽ ജീവിച്ച ഒരുവിധം എല്ലാ വിശുദ്ധന്മാരുടെയും സംസ്കാര ചടങ്ങുകളൊക്കെ വളരെ ലളിതമായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ ശരിയായ നിലപാടെടുത്തത് കൊണ്ട് ക്രൂശിക്കപ്പെട്ട ഒരു വൈദികൻ, ഒരു വിശുദ്ധനാകാൻ യോഗ്യതയുള്ള വൈദികൻ. ഞാൻ പറഞ്ഞു വന്നത്, ഈ വെറുതെ വചനം വായിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വചന അധിഷ്ഠിതമായി ജീവിക്കണം. വചനത്താൽ തീപിടിച്ച മനുഷ്യരായി നമ്മൾ ജീവിക്കണം. അപ്രകാരം ജീവിക്കുമ്പോൾ നമുക്ക് പല നഷ്ടങ്ങളും അവഹേളനങ്ങളും എല്ലാം നമുക്ക് ഈ ലോകത്ത് സഹിക്കേണ്ടി വരും. അവയെ നോക്കി സന്തോഷിക്കാൻ മാത്രം കഴിവുള്ളവർ, അല്ലെങ്കിൽ അവയൊക്കെ നോക്കി സന്തോഷിക്കുവാനുമുള്ള ശക്തി പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ലഭിക്കും. നമ്മൾ ക്രിസ്തു ശിഷ്യന്മാരുടെ ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും രക്തസാക്ഷികളായി. ഒരാളൊഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളാണ്. അപ്പോൾ സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ഞെരുക്കങ്ങളുണ്ടാകും. പക്ഷേ അവയെ സന്തോഷത്തോടെ അതിജീവിക്കുവാനുള്ള ശക്തിയും സർവശക്തൻ നമ്മൾക്ക് പ്രദാനം ചെയ്യും. നെല്ലിശ്ശേരി അച്ഛൻ വിജയശ്രീലാളിതനായി കർത്താവിൻ്റെ സമീപത്തിരുന്ന് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഒരു വിശുദ്ധനായി ഉയരട്ടെ. നെല്ലിശ്ശേരി അച്ഛൻ്റെ ആ ഒരു നല്ല മാതൃക, ഭൂരിപക്ഷം പറയുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ തർക്കങ്ങളിലോ ഒന്നും വലിയ ഒരു നിലപാട്, അതായത് ഇതാണ് ഒരു പുരോഹിതനെന്ന രീതിയിൽ ഞാൻ ചെയ്യേണ്ടത്, ഇതാണ് കർത്താവ് എന്നോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്, അതിന് എന്തൊക്കെ നഷ്ടം വന്നാലും എന്തൊക്കെ അവഹേളനങ്ങൾ വന്നാലും എന്തൊക്കെ അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാൻ അതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന ഒരു ദൃഢത, വിശ്വാസ ദൃഢത നമുക്കെല്ലാവർക്കും കൈവരിക്കാം. അച്ഛൻ്റെ ജീവിതം, അതുപോലെ വിശുദ്ധരായി ജീവിച്ച എല്ലാവരുടെയും ജീവിതം ഇതിന് നല്ല മാതൃകകളാണ്. ഈ ഒരു തുറവിയിലേക്ക് സർവേശ്വരൻ നമ്മളെ കൈപിടിച്ച് നയിക്കട്ടെ. നമ്മുടെ വിശ്വാസം കൂടുതൽ തീഷ്ണതയുള്ളതാകട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.